ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇപ്പോൾ സമയം 7:15 7:30 ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് എനിക്ക് മൂന്നാർക്ക് പോകണം. അപ്പം അവിടെ ഒരു 7:30 ഒരു 1.5 മണിക്കൂർ, ഒരു 9 മണിയാകുമ്പോൾ എത്തും. അപ്പോൾ എന്തിനാണ് മൂന്നാർ പോകണമെന്ന് ചോദിച്ചാൽ, ഇന്നാണ് എൻ്റെ ഡ്രൈവിംഗ് ടെസ്റ്റ്. അപ്പോൾ ഇന്ന് അവിടെ പോയി എടുക്കണം. പാസ്സായാൽ റോഡ് ടെസ്റ്റ്. അപ്പോൾ സമയം 7:15 ആയിട്ടുള്ളൂ കേട്ടോ. 7:30 ആകുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടുന്ന് പോകണം. അങ്ങനെ അപ്പോൾ ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. കാരണം കുറേ നാളായി അമ്മ പറയുന്നൊരു കാര്യമാണ് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണമെന്ന്. പക്ഷെ എനിക്ക് കുറച്ച് നാളായിട്ട് തോന്നിയിട്ടുള്ളൂ ലൈസൻസ് എടുത്താൽ നന്നായിരിക്കുമെന്ന്. പിന്നെ എൻ്റെ അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമാണ് ലൈസൻസ്. അപ്പോൾ എന്തായാലും ഇന്നാണ് നമുക്ക് ടെസ്റ്റ്. ഇന്ന് നമുക്ക് അവിടെ പോയിട്ട് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ പരമാവധി ഞാൻ ട്രൈ ചെയ്യും. കിട്ടണം എന്നാണ് എൻ്റെ വലിയൊരു ആഗ്രഹം. കാരണം എടുത്തിട്ട് വേണം നമുക്ക് റോഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും എടുക്കാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ടെൻഷൻ വരും. ടെൻഷൻ വന്നാൽ ചിലപ്പം അറിഞ്ഞുകൂടാ. സോ ഓക്കെ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് 7:30 ആകുമ്പോഴത്തേക്കും. അപ്പോൾ അവളുടെ കൂടെ പോകുന്നത്. സോ ഐ എം വെയിറ്റിംഗ്. അങ്ങനെ അപ്പം നമുക്ക് മൂന്നാർ എത്തിയിട്ട് കാണാം. കാരണം നമ്മൾ സ്കൂട്ടിയിലാണ് പോകുന്നത്. അതിനിടയ്ക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ എനിക്ക് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. മൂന്നാർ എത്തി. ഇത് നല്ല തണുപ്പുള്ള ദിവസമായിരുന്നു കേട്ടോ. മറയിലും തൊട്ട് മൂന്നാർ വരെ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ തണുപ്പൊക്കെ മാറാൻ വേണ്ടി ഞങ്ങളൊരു ചായയെല്ലാം കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇന്ന് എനിക്ക് മാത്രമാണ് ടെസ്റ്റ് കിട്ടും. എൻ്റെ ഫ്രണ്ട് രേവതിക്ക് ഇന്ന് ടെസ്റ്റ് ഇല്ല, നെക്സ്റ്റ് വീക്കേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ട്രയലൊക്കെ ചെയ്യാനായിട്ടൊന്ന് തുടങ്ങാൻ പോവുകയാണ്. അപ്പം ടെസ്റ്റ് 10 മണിക്കേ ഉള്ളൂ. അപ്പം അതിന് മുന്നേ ജസ്റ്റ് ഒന്ന് ട്രയലൊക്കെ ചെയ്ത് നോക്കാമെന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ ഞാൻ ട്രയൽ ചെയ്യാൻ വേണ്ടി കയറിയിട്ടുണ്ട് കാറിൽ. എന്താകുമോ എന്തോ. ഓക്കെ. അപ്പോൾ നമ്മൾ കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് കുറച്ചല്ല, നല്ല അധികം ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ട്രയൽ ചെയ്തപ്പം നല്ലൊരു സൂപ്പറായിട്ടാണ് ചെയ്തത്. ഇനി നമുക്ക് ടെസ്റ്റിന് നമുക്ക് എന്താകുമെന്ന് അറിയത്തില്ല. സോ അങ്ങനെ കുറേ നേരം ഒരു 3-4 പ്രാവശ്യം ഞാൻ ട്രയൽ ചെയ്ത് നോക്കി. അപ്പോൾ അതുവരെ ഓക്കെ ആയിരുന്നു. ഞങ്ങളൊരു 7:45 ആയപ്പോഴത്തേക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി. നമ്മൾ മൂന്നാർ ഒരു 9-10 ആയപ്പോഴത്തേക്കും എത്തിയിട്ടോ. പിന്നെ സ്കൂട്ടി വന്നുകൊണ്ടാണെന്ന് അറിയത്തില്ല, നല്ല തണുപ്പ് ഫീൽ ചെയ്ത് ഭയങ്കര ഷിവറിങ് ആയിരുന്നു മൂന്നാർ എത്തിയിട്ടും. എന്നിട്ട് ചായയെല്ലാം കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരം വെയിലത്തൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴാണ് ആ ഷിവറിങ് ഒക്കെ ഒന്ന് കുറഞ്ഞത്. കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു ഇന്ന്. എൻ്റെ ട്രയലൊക്കെ കഴിഞ്ഞു. ട്രയലൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ. ഈ ടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഞാൻ. അപ്പോൾ ഏകദേശം ഒരു 10 മണി ആയിട്ടുണ്ട്. ഈ ടെസ്റ്റ് തുടങ്ങാറായിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഡ്രൈവിംഗ് സാറ് നന്നായിട്ടാണ് കേട്ടോ പഠിപ്പിച്ചു തരുന്നത്. എല്ലാം അടിപൊളിയായിരുന്നു. റോഡ് ടെസ്റ്റും എല്ലാം കഴിഞ്ഞു. നമുക്ക് ലൈസൻസ് കിട്ടി. അപ്പോൾ എന്താ പറയുക, ഹാപ്പി. അപ്പോൾ ഞാൻ ആരോടും വിളിച്ച് പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാനത് വീട്ടിലെത്തിട്ടോ. മൂന്നാറിൽ നിന്ന് മറയൂരെത്തി. ഡ്രൈവിംഗ് ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ വീട്ടിലോട്ട് പോന്നു. അവിടെ ഭയങ്കര തിരക്കായിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ആരോടും ഞാൻ പറഞ്ഞില്ല പാസ്സായ കാര്യം. അപ്പോൾ നേരിട്ട് പറയാമെന്ന് ഓർത്തു. അപ്പോൾ അതേ വാവച്ചി വരാറായിട്ടുണ്ട്. അപ്പോൾ വാവച്ചിനോടൊക്കെ പറയാം, എല്ലാവരോടും പതുക്കെ പറയാം. അപ്പം അങ്ങനെ ഭയങ്കര സന്തോഷം. എൻ്റെ ലൈഫിൽ ഞാൻ വിചാരിച്ചില്ല ഞാൻ എന്താ പറയുക ലൈസൻസ് എടുക്കുമെന്ന്. ഭയങ്കര പേടിയുള്ള ഒരു കാര്യമായിരുന്നു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നൊരു കാര്യം. എനിക്ക് കിട്ടുമോ എന്നൊരു കോൺഫിഡൻസ് കുറവുണ്ടാവുമല്ലോ, അതായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. പക്ഷേ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കൊരു കോൺഫിഡൻസ് വന്ന് എന്നാൽ പിന്നെ എങ്ങനെയെങ്കിലും എടുത്തേ പറ്റൂ എന്നൊരു രീതിയിലായിട്ടു. അങ്ങനെയാണ് ഞാൻ ടെസ്റ്റ് ബുക്ക് ചെയ്തത്. അങ്ങനെ ഫൈനലി നമുക്ക് ലൈസൻസ് കിട്ടി. ഐ എം ഹാപ്പി. പിന്നെ ഇത് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാളല്ല 2 പേരായിരിക്കും, അല്ല 3 പേരായിരിക്കും. ഒന്ന് അമ്മ, അച്ഛൻ ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. പക്ഷേ അച്ഛനായിരുന്നു ഏറ്റവും കൂടുതൽ എന്താ പറയുക ലൈസൻസ് എടുക്കണം എന്നൊരു ആഗ്രഹം. ഞാൻ ലൈസൻസ് എടുത്ത് വണ്ടി ഓടിക്കണം എന്ന് ഒരേ ഒരു ആഗ്രഹം ഏറ്റവും കൂടുതലുണ്ടായിരുന്നു എൻ്റെ അച്ഛനായിരുന്നു. അപ്പം ഞാൻ ഇന്ന് എടുത്തപ്പം തന്നെ വണ്ടി കയറിയപ്പോൾ തന്നെ അച്ഛനെ മനസ്സിൽ കരുതി ഒക്കെയാണ് ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തത്. സോ അച്ഛൻ്റെ
അനുഗ്രഹവും എല്ലാം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എന്താ പറയുക ഈ ലൈസൻസ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു, എന്താ പറയുക അങ്ങനെ സമർപ്പിക്കും എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ആയിരിക്കും. അച്ഛനാണ് എൻ്റെ ഏറ്റവും വലിയ ഇതിന് മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ രണ്ടാമത് അമ്മയ്ക്കും ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് ലൈസൻസ് എടുത്ത് കിട്ടണം, ഞാൻ വണ്ടി ഓടിക്കണം എന്നൊരു ആഗ്രഹം എൻ്റെ അമ്മയ്ക്കും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫൈനലി അമ്മയും അച്ഛനും ആഗ്രഹിച്ച ഒരു കാര്യം നടന്നു കിട്ടി. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു എന്താ പറയുക ഒരു സന്തോഷം. ഇപ്പം അവർ രണ്ടുപേരും ആഗ്രഹം. പിന്നെ മൂന്നാമത്തെ ആൾ എൻ്റെ ഹസ്ബൻഡ്, അവനും ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഞാൻ വണ്ടി ഓടിച്ച് കാണണം. അങ്ങനെ എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ ഒരാൾ മാത്രമല്ലേ വണ്ടി ഓടിച്ച് പോകുന്നത്, അപ്പം ഒരു സഹായമാകുമല്ലോ എന്നൊക്കെ അവനും ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ഫൈനലി അതും സാധിച്ചിരിക്കുന്നു. അങ്ങനെ അമ്മ വരാറായിട്ടുണ്ട്. പനി അമ്മ വന്നിട്ട് അമ്മയുടെ വീഡിയോയും കൂടെ എടുക്കാം കേട്ടോ, അമ്മയുടെ മുഖഭാവം ഇങ്ങനെയുണ്ടെന്ന്. അമ്മ സാധാരണ അങ്ങനെ എക്സൈറ്റ്മെൻ്റ് ഒന്നും കാണിക്കാത്ത ഒരാളാണ്. മിക്കവാറും ആ പ്രതീക്ഷിക്കേണ്ട, എന്നാലും നമുക്ക് വീഡിയോ എടുക്കാം എങ്ങനെയാണ് അമ്മയുടെ ഒരു റിയാക്ഷനൊക്കെ. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി കാണുമോ ഇല്ലയോ പറ, നിങ്ങൾ പറ. പാസ്സായി, രണ്ടും പാസ്സായി. എച്ചും പാസ്സായി, പിന്നെ റോഡും പാസ്സായി. എന്ത് 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 കൺഗ്രാസനോ? അതെ അതെ, എനിക്ക് ലൈസൻസ് കിട്ടും. ഐ മീൻ മെസ്സേജ് വരും ഇപ്പം കുറച്ച് കഴിയുമ്പോൾ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാം. താങ്ക് യു സോ മച്ച്. വാച്ചി പ്രാർത്ഥിച്ചോ അമ്മയ്ക്ക് വേണ്ടി? താങ്ക് യു വാച്ചിക്കുട്ടാ. പാസ്സായോ ഇല്ലയോ പറ, അമ്മേനെ പറ. പാസ്സായി, എച്ചും കിട്ടി, റോഡും കിട്ടി, എല്ലാം കിട്ടി. ലൈസൻസ് ഇന്ന് മെസ്സേജ് വരും. സീരിയസ് ആയിട്ട് നിനക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ടോ? ഞാനോടത്ത് ഉണ്ടാവില്ല എന്ന്. കിട്ടി 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 ഗൈസ്. അപ്പോൾ ഇന്നലെ കണ്ടോണ്ടിരുന്ന വീഡിയോ ഫുള്ളായിട്ട് എടുക്കാൻ പറ്റിയില്ല എനിക്ക്, കാരണം അമ്മ ഇന്നലെ ഭയങ്കര ഇമോഷണൽ ആയിപ്പോയി. ഞാൻ ഓർത്തില്ല എത്രയും ഇമോഷണൽ ആകുമെന്ന്, അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്തു ഗൈസ്. അവിടെ വെച്ച് ക്യാമറ കട്ട് ചെയ്തു, കാരണം അമ്മയുടെ ഫുൾ ഇമോഷണൽ അല്ലെങ്കിൽ വരത്തില്ല ക്യാമറയുടെ മുന്നിൽ, അമ്മ അത് കാണിക്കില്ല. എന്താണെന്ന് വെച്ചാൽ അമ്മ ഒന്നാമത് ക്യാമറയുടെ മുന്നിൽ ഷൈയാണ്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ കുറച്ച് ഗസ്റ്റൊക്കെ വന്നു, അതുകൊണ്ട് എനിക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും അമ്മ ഭയങ്കര ഹാപ്പിയാണ് ലൈസൻസ് കിട്ടിയതിന്, അച്ഛനും ഹാപ്പി ആയിരിക്കും. ബിക്കോസ് എല്ലാവരും ഹാപ്പി ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാനും ഹാപ്പിയാണ്. അങ്ങനെ ലൈസൻസ് കിട്ടി. എനിക്കത് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല, കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ്. എനിക്ക് ലൈസൻസ്, അതായത് ഞാൻ ലൈസൻസ് എടുക്കും വണ്ടി ഓടിക്കും എന്നൊക്കെ ഞാൻ മനസ്സിൽ പോലും കരുതാത്തൊരു കാര്യമാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അമ്മ പറയുമല്ലോ എടുക്കണം എന്നൊക്കെ, എന്നാലും ഞാൻ ഓർത്തു എടുക്കാൻ പറ്റില്ലായിരിക്കും എന്നൊക്കെ. പക്ഷേ അതൊരു തെറ്റായ വിചാരണയാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. എന്തായാലും എനിക്ക് ലൈസൻസ് കിട്ടി. ഇനിയിപ്പോൾ വീട്ടിലത്തെ വണ്ടി എനിക്ക് അമ്മ തരും എടുക്കാൻ. ഇത്ര നാൾ അമ്മയ്ക്ക് തരാൻ മടിയായിരുന്നു, അതായത് പഠിക്കാനായിട്ട്, ആ വണ്ടിയിൽ പഠിക്കാൻ മടിയായിരുന്നു. ഇനിയിപ്പോൾ ലൈസൻസ് ഉണ്ടല്ലോ, ഇനി ധൈര്യമായിട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ എന്തോ ഭയങ്കര ഹാപ്പിയാണെന്ന്. എല്ലാവരും ഇവിടെ ആരും ഇല്ല. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ജോലിക്ക് പോയി, അമ്മ പോയി, വാപ്പച്ചി സ്കൂളിൽ പോയി, അങ്ങനെ എല്ലാവരുടെ പരിപാടിക്ക് പോയി. അങ്ങനെ ഞാനിവിടെ വീട്ടിൽ ഒറ്റയ്ക്കാണ്. അപ്പം ഞാൻ ഓർത്ത് വണ്ടി എടുത്ത് എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? വേറൊരു കാര്യം കൂടെ പറയാനുള്ളത്, എനിക്ക് ലൈസൻസ് കിട്ടിയില്ല. അപ്പോൾ ലൈസൻസ് കിട്ടാൻ വേണ്ടി എൻ്റെ കൂടെ കുറേ പേര് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും എനിക്ക് നന്ദി പറയാനുള്ളൊരു അവസരമാണിത്. കാരണം എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാൻ തോന്നിയത് തന്നെ വാവച്ചി കാരണമാണ്. കാരണം വാവച്ചി വന്നതിന് ശേഷം, വാവച്ചി സ്കൂളിൽ പോയതിന് ശേഷമാണ് എന്താ പറയുക എനിക്ക് ഡ്രൈവിംഗ് പഠിക്കണം എന്നൊരു തോന്നൽ തന്നെ ഉണ്ടായത്. കാരണം എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വാവച്ചീനെ സ്കൂളിൽ കൊണ്ടുവിടാനോ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് നമ്മൾ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ എനിക്ക് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതെനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിയത് കൊണ്ടാണ് ഡ്രൈവിംഗ് പഠിക്കണം എന്നൊരു ശീലമല്ലല്ലോ എന്താ പറയുന്നത്, പഠിക്കണം എന്നൊരു തോന്നൽ എനിക്കുണ്ടായത്. അപ്പം വാവച്ചിയാണ് ഫസ്റ്റ്, വാവച്ചിനോടാണ് നന്ദി പറയാനുള്ളത്. കാരണം അത്രയും നാൾ എനിക്ക് പഠിക്കാൻ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്കത് തോന്നിയില്ല. അപ്പോൾ വാവച്ചിയാണ് എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാനായിട്ട് ആദ്യമായിട്ട് ഒരു മോട്ടിവേഷൻ തന്നതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പേരൻസ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരുന്നു,
അവരോടും ഞാൻ നന്ദി പറയുന്നു. നന്ദി പറയേണ്ട ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ പേരൻസിനോടും, പക്ഷേ ഞാൻ ചുമ്മാ പറയാം, ഇതൊന്നും ഇരിക്കട്ടെ അല്ലേ. അപ്പോൾ പിന്നെ വന്നിട്ട് നമ്മുടെ സാറ്, നമ്മളെ ഡ്രൈവിംഗ് പഠിപ്പിച്ച എൻ്റെ സാറും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടം വരെ എത്തത്തില്ലായിരുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡ്, എല്ലാവരും ഭയങ്കര സപ്പോർട്ടാണ് തന്നത് ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ടത് എൻ്റെ നീസ് എന്ന് പറയുമ്പം അവൾ എൻ്റെ കൂടെ എല്ലാത്തിനും നിൽക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പം ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ പോകുമ്പോഴും എല്ലാത്തിനും, അതായത് ഞാൻ പോകുമ്പോൾ ആവശ്യം ഇവിടെ ഒറ്റയ്ക്കാവുമല്ലോ, അപ്പം അവച്ചിനെ നോക്കുന്നതും എല്ലാ കാര്യങ്ങളും സപ്പോർട്ട് ചെയ്ത് വേറൊരാളാണ് ഡെനീസ്. പിന്നെ ഇതെല്ലാവർക്കും നന്ദി പറഞ്ഞു. പിന്നെ വേറൊരാൾക്കും കൂടെ എനിക്ക് നന്ദി പറയാനുണ്ട്. എൻ്റെ കൂടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് വന്ന് എന്നെ സപ്പോർട്ട് ചെയ്തതും എനിക്ക് ഭയങ്കര മോട്ടിവേഷനാണ്. ടെസ്റ്റിന് വരുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കുമല്ലോ, അപ്പോൾ എനിക്ക് എൻ്റെ കൂടെ വന്ന് സപ്പോർട്ട് ചെയ്തു, എൻ്റെ കൂടെ വന്നു, അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തു തന്ന എൻ്റെ ഫ്രണ്ട് രേവതി, അവൾക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയുന്നു. അങ്ങനെ എന്താ പറയുക, ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഇത് എല്ലാവർക്കും ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ. കാരണം നമ്മൾ ഡ്രൈവിംഗ് പഠിച്ച് നമ്മുടെ കയ്യിൽ ഒരു ലൈസൻസ് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു, നമ്മളെക്കൊണ്ടെല്ലാം ചെയ്യാൻ സാധിക്കും എന്നൊരു തോന്നൽ നമുക്കുണ്ടാവും. പക്ഷെ വണ്ടി ഓടിക്കുമ്പോൾ കെയർഫുള്ളായിട്ട് ഓടിക്കണം. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നല്ലൊരു വ്ളോഗായിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ ബൈ.